നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഇത് UDFന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട. ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരിസ് CPMന് വേണ്ടി ന്യായീകരിച്ചത്. പി ജയരാജന്റെ റെഡ് ആർമി പോലും ഗോവിന്ദമാഷിനോട് നന്ദി പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴും സ്വരാജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന, UDFന്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന, വിമർശിക്കുന്ന, സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന, ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് 66,000 വോട്ടിന്റെ സ്വരാജിന്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവ്. ഞാൻ ആവർത്തിക്കുന്നു, പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ LDFന്റെ പരാജയത്തെ, CPMന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം. നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഇത് UDFന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട. ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരിസ് CPMന് വേണ്ടി ന്യായീകരിച്ചത്. പി ജയരാജന്റെ റെഡ് ആർമി പോലും ഗോവിന്ദമാഷിനോട് നന്ദി പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴും സ്വരാജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന, UDFന്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന, വിമർശിക്കുന്ന, സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന, ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് 66,000 വോട്ടിന്റെ സ്വരാജിന്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവ്. ഞാൻ ആവർത്തിക്കുന്നു, പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ LDFന്റെ പരാജയത്തെ, CPMന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം.